രക്ഷാബന്ധന്റെ അവ്യക്ത സന്ദേശം. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ബാബ വതനത്തിലേക്ക് വിളിച്ചു. വതനത്തിൽ വളരെ സുന്ദരമായ ദൃശ്യം എന്ന് പറയാം, ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അന്തരീക്ഷം എന്ന് പറയാം. അവിടെ ബാബയും നമ്മൾ കുട്ടികളെല്ലാവരും ഉത്സവം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പോയപ്പോൾ തന്നെ ബാബ ഇങ്ങനെ 2 കൈകൾ കൊണ്ടും ആശ്ലേഷിച്ചു. ബാബയുടെ കൈകൾ തന്നെയാണ് രാഖി എന്ന് തോന്നി. പിന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദൃഷ്ടി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ബാബ, അങ്ങേക്ക് വേണ്ടിയും ശാന്തിവനത്തിൽ നിന്നും രാഖി അയച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം വിശേഷിച്ച് നമ്മുടെ ദാദിജിക്കും മറ്റും വേണ്ടിയും ഭോഗ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കണ്ടു നമ്മുടെ ദാദിജിയും പിന്നെ മറ്റ് ദാദിമാരും ഉണ്ടായിരുന്നു. അവർ വതനത്തിൽ പ്രത്യക്ഷമായി. അപ്പോൾ ബാബയും ബാബയോടൊപ്പം ദാദിമാരും പിന്നെ നമ്മളെല്ലാ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ നമ്മളെല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ സദാ അനുഭവിക്കൂ. ബാബയുടെ കൈകളുടെ രാഖി, ബാബയുടെ കൈകളുടെ രക്ഷ സദാ നിങ്ങളുടെ കൂടെയുണ്ട്. ബാബ പറഞ്ഞു, ഏതെല്ലാം ദാദിമാരുണ്ടോ, അഡ്വാൻസ് പാർട്ടിയിലെ മറ്റാരെല്ലാം ഉണ്ടോ, അവരും ഫരിസ്തയുടെ രൂപത്തിൽ രാഖിയുടെ ഉത്സവം ആഘോഷിക്കുകയാണ്. ഞാൻ ദാദിജിയിൽ നിന്നും ദൃഷ്ടി എടുക്കുകയായിരുന്നു. അപ്പോൾ ദാദി വളരെ സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു. പിന്നെ ഞാൻ അവിടെ മുന്നേ ബഹനെയും എമർജ് ചെയ്തു. ഞാൻ പറഞ്ഞു, ദാദി, വളരെ സരളമായ രീതിയിലും സുഗമമായ രൂപത്തിലും താങ്കളോടൊപ്പം കഴിഞ്ഞുകൊണ്ട് എന്തെല്ലാം യജ്ഞത്തെക്കുറിച്ച് പഠിച്ചുവോ അതിൻ്റെ ആധാരത്തിൽ തൻ്റെ കാര്യവ്യവഹാരങ്ങൾ ചെയ്യിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ദാദി മുന്നി ബഹനെ ആശ്ലേഷിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ പറഞ്ഞു, ബാബയും അഡ്വാൻസ് പാർട്ടിയും മുഴുവൻ ഈശ്വരീയ പരിവാരവും ഭാരതത്തിലെ മാത്രമല്ല എന്നാൽ മുഴുവൻ വിശ്വത്തിലെയും ഈശ്വരീയ പരിവാരത്തിന് ഇന്നത്തെ ദിവസം ബാബ ആശംസകൾ നൽകുകയാണ്. തൻ്റെ കൈകൾ കൊണ്ട് ആശ്ലേഷിച്ച് രാഖിയും ബന്ധിക്കുകയാണ്. പിന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അങ്ങ് രാഖി ബന്ധിക്കുകയാണ്, നമ്മളും ഇത് തന്നെ ചെയ്യാം. ബാബു പറഞ്ഞു, നോക്കൂ, ഈ സമയത്ത് മുഴുവൻ വിശ്വത്തിനും പവിത്രതയുടെയും സ്നേഹത്തിൻ്റെയും വളരെയധികം ആവശ്യമുണ്ട്. കാരണം മുഴുവൻ വിശ്വത്തിലെയും അന്തരീക്ഷം ദുഃഖം, അശാന്തി, സമസ്യകൾ, ചിന്തകൾ, ഭയം, ഇവയെല്ലാം കാരണം ആത്മാക്കൾ വളരെയധികം അസ്വസ്ഥമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രക്ഷാബന്ധനത്തിൽ തൻ്റെ ശുദ്ധവും പവിത്രവും സ്നേഹസ്വരൂപത്തിൻ്റെയും സങ്കല്പത്തിൻ്റെ വൈബ്രേഷൻസ് എല്ലാവർക്കും എത്തിക്കണം. എല്ലാവരും ഹിംസയിലും വികാരത്തിലും കുടുങ്ങിയിരിക്കുകയാണ് എന്നല്ല, പക്ഷേ കുറച്ച് ആത്മാക്കൾ ഹിംസ കാരണം ഹിംസ വർദ്ധിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ഈ കാലത്ത് മെജോറിറ്റിയും വിശേഷിച്ച് അവരവരുടെ രീതിയിലുള്ള സാധനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടേതായ രീതിയിൽ ആഹാരം ശുദ്ധമായിരിക്കാനും അന്തരീക്ഷം ശുദ്ധമായിരിക്കുവാനും മറ്റിടങ്ങളിൽ വളരെയധികം സ്ഥലങ്ങളിൽ ചിലർ സൈലൻസിൻ്റെ റിട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും തങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ താങ്കളുടെ സങ്കല്പം അവരിൽ എത്തിച്ചേരുന്നത്
അപ്പോൾ അവർക്ക് പ്രാപ്തിയുടെ അനുഭവം ഉണ്ടാകും. നിങ്ങൾ ചെറിയ സംഖ്യയിലുള്ള ലോകരെ നോക്കരുത്. എന്നാൽ ആരാണോ ഹിംസയ്ക്ക് നിമിത്തമായി കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ആകേണ്ടി വരുന്നത്, അവർക്ക് താങ്കൾ പവിത്രതയുടെ ശക്തിയും പവിത്രതയുടെ സങ്കല്പവും സ്നേഹത്തിൻ്റെ സങ്കല്പവും ബാബയുടെ ഓർമ്മയിൽ എത്തിക്കൂ. അപ്പോൾ വിശ്വസേവനവും ചെയ്യണം. ബാബ പറഞ്ഞു, നോക്കൂ, ഈശ്വരീയ പരിവാരത്തിൽ പവിത്രതയിൽ എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പവിത്രതയുടെ ബലം, പവിത്രതയുടെ ശീതളത, പവിത്രതയുടെ മധുരത എന്താണോ, ആത്മീയത, അതിൻ്റെ അന്തരീക്ഷം കൂടുതൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, പവിത്രത വളരെ വലിയ ശക്തിയാണ്. ആ ശക്തി നിങ്ങളുടെ അടുക്കലുണ്ട്. എന്നാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ ശക്തിയെ വ്യർത്ഥമാക്കുകയാണ്. പവിത്രതയുടെ ബലത്തിലൂടെ ഈ സമയത്ത് ബാബയെ പ്രത്യക്ഷം ആക്കേണ്ടതുണ്ട്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഓരോ ആത്മാവിലും സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് അല്പം കുറവ് അവശേഷിക്കുന്നു. അപ്പോൾ ബാബ ഇന്ന് എല്ലാവരോടും വിശ്വമംഗളത്തിനു വേണ്ടിയും വിശ്വസേവനത്തിനു വേണ്ടിയും പറഞ്ഞു. പവിത്രതയുടെ ശക്തിയിലൂടെ, തൻ്റെ ശീതള സ്വഭാവത്തിലൂടെ, സ്നേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ സർവർക്കും അഞ്ജലി നൽകൂ. ബാബ പറഞ്ഞു, ഇപ്പോൾ ഈ സേവനം നടന്നുകൊണ്ടുമിരിക്കുന്നു. എന്നാൽ ഒരല്പം തീവ്രഗതിയോടെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം താങ്കളുടെ കാര്യവും സമാപ്തമാകേണ്ടതുണ്ട്. മറുഭാഗത്ത് വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകളുണ്ട്. അതും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും തയ്യാറായിരിക്കുന്നത് പോലെയാണ്. താങ്കൾ ഒരല്പം തന്നെ പവിത്രതയുടെ ശക്തിയിൽ ഏതെങ്കിലും സങ്കല്പ തലത്തിൽ പോലും വ്യർത്ഥമാകുവാൻ അനുവദിക്കരുത്. ശക്തി വ്യർത്ഥമായി പോവുകയാണെങ്കിൽ ഏത് കാര്യമാണോ നടക്കേണ്ടത്, ഏതൊരു ശക്തിയാണോ ഉണ്ടാകേണ്ടത്, അതിൽ അല്പം കാലതാമസം ഉണ്ടാകുന്നു. ബാബ നിങ്ങളേവരെയും എല്ലാ രീതിയിലും നിങ്ങളുടെ പുരുഷാർത്ഥത്തിനും സേവനത്തിനും ആശംസകൾ നൽകുകയാണ്. എന്നാൽ അതിനോടൊപ്പം ബാബ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ബാബ എല്ലാവരോടും റിക്വസ്റ്റ് അഥവാ അപേക്ഷിക്കുകയുമാണ്, സ്നേഹത്തോടെ പറയുകയുമാണ്. ഇപ്പോൾ വ്യർത്ഥമാക്കാതിരിക്കൂ. സങ്കല്പമോ വാക്കോ ഒന്നും വ്യർത്ഥമായി പോകരുത്. അപ്പോൾ താങ്കളുടെ ത്യാഗവും തപസ്യയും സമ്പന്നവുമാകും. വിശ്വത്തിൻ്റെ സേവനവും നടക്കും. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ എല്ലാവരുടെയും രാഖി ഒരേപോലെ ഉള്ളതായിരുന്നു. എന്നാൽ രാഖിയുടെ രണ്ട് വശത്തും എന്താണോ എഴുതിയിരുന്നത് അതിൽ വ്യത്യാസമുണ്ടായിരുന്നു. എല്ലാവരുടെയും രാഖി വളരെ സുന്ദരമായിരുന്നു, ഒരേപോലെ ഉള്ളതായിരുന്നു. എന്നാൽ ബാബ കാണിച്ചു തന്നു പവിത്രതയുടെ ആ രണ്ട് ഗുണങ്ങൾ, അത് സർവരുടെയും വ്യത്യസ്തമാണ്. ഇപ്രകാരം രാഖി ആഘോഷിച്ചുകൊണ്ട് ബാബയുടെയും ദാദിമാരുടെയും സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് വതനത്തിൽ ഇന്ന് വളരെയധികം സുന്ദരമായ അനുഭവങ്ങൾ ഉണ്ടായി. ബാബ എല്ലാവർക്കും വേണ്ടി വളരെയധികം സ്നേഹസ്മരണകൾ നൽകി, ആശംസകൾ നൽകി.